ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ സിവിൽ എഞ്ചിനീയറിംഗ് അപ്ഡേറ്റഡ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് ഓൾറെഡി നമ്മൾ സ്റ്റോൺ ആൻഡ് റോക്ക് കംപ്ലീറ്റ് ചെയ്തിരുന്നു, ബ്രിക്ക് കംപ്ലീറ്റ് ചെയ്തിരുന്നു, കോൺക്രീറ്റ് കംപ്ലീറ്റ് ചെയ്തിരുന്നു, പിന്നെ നമ്മൾ സിമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഗ്രിഗേറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് മെയ്ഡ് വിത്ത് ആംഗുലർ അഗ്രിഗേറ്റ് ആൻഡ് റൗണ്ടഡ് അഗ്രിഗേറ്റ് ഈസ് പ്രാക്ടിക്കലി സെയിം അറ്റ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ. നമ്മൾ ഏത് വാട്ടർ സിമെൻറ്റ് റേഷ്യോയിലാണ് ആംഗുലർ അഗ്രിഗേറ്റിൻ്റെയും റൗണ്ടഡ് അഗ്രിഗേറ്റിൻ്റെയും സ്ട്രെങ്ത് സെയിം ആകുന്നത്? ഓക്കെ, 0.4 ആണോ, 0.48 ആണോ, 0.55 ആണോ, 0.65 ആണോ? സോ ആംഗുലർ അഗ്രിഗേറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? നമ്മൾ ഇൻ്റർലോക്കിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, ഇത് സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യും, സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു അഗ്രിഗേറ്റ് ആണ് ആംഗുലർ അഗ്രിഗേറ്റ്. അതേപോലെ റൗണ്ടഡ് അഗ്രിഗേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്ക് റൗണ്ടഡ് അഗ്രിഗേറ്റ് ആണ് വർക്കബിലിറ്റി ഇമ്പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആംഗുലർ അഗ്രിഗേറ്റ് നമുക്ക് സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യും, അതേപോലെ നമ്മുടെ റൗണ്ടഡ് അഗ്രിഗേറ്റ് വർക്കബിലിറ്റി ഇമ്പാർട്ട് ചെയ്യും. ഓക്കെ, സോ ഇത് ആംഗുലർ അഗ്രിഗേറ്റ് സ്ട്രെങ്ത് ഏത് റേഞ്ചിലാണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോയിൽ ഇമ്പാർട്ട് ചെയ്യുന്നത്? 0.4 to 0.6 റേഞ്ചിൽ. ഇതാണ് ഡിസൈറബിൾ റേഞ്ച് എന്ന് പറയുന്നത്, സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുന്ന റേഞ്ച്. അപ്പോൾ ഇവിടെ നമ്മുടെ മാക്സിമം സ്ട്രെങ്ത് ആയിരിക്കും ആംഗുലർ അഗ്രിഗേറ്റ് ഇമ്പാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഇൻ കേസ് നമ്മൾ ഈ ഒരു റേഞ്ചിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണ്, വാട്ടർ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്, ഓക്കെ, വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡിറ്റി കൂടുമ്പോൾ സ്ട്രെങ്ത് കുറയും. ഓക്കെ, സ്ട്രെങ്ത് കുറയുമ്പോൾ ആംഗുലറിറ്റി നമ്പർ, ഇപ്പോൾ സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു അഗ്രിഗേറ്റ് ആയിരുന്നു, അത് സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യും. സ്ട്രെങ്ത്തിൻ്റെ ആ ക്യാരക്ടറിസ്റ്റിക്സ് റെഡ്യൂസ് ചെയ്ത് ഇക്വലൻറ്റ് ടു റൗണ്ടഡ് അഗ്രിഗേറ്റിൻ്റെ ഇക്വലൻറ്റ് ആകും. അത് ഏത് റേഞ്ച് എന്നാണ് ചോദിച്ചിരുന്നത്. സോ 0.6 വരെ നമ്മൾ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. സോ 0.65 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 0.65 റേഞ്ചിലാകുമ്പോഴാണ് വർക്കബിലിറ്റി ഓഫ് റൗണ്ടഡ് അഗ്രിഗേറ്റ് ആൻഡ് ആംഗുലർ അഗ്രിഗേറ്റ് ഇക്വലൻ്റ് ആകുന്നത്. ഓക്കെ, സ്ട്രെങ്ത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഡി ഓപ്ഷനാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പെർസെൻറ്റേജ് ഓഫ് അഗ്രിഗേറ്റ് ഓഫ് ഫൈനസ് മോഡുലസ് 2.6 ടു ബി കമ്പൈൻഡ് വിത്ത് കോഴ്സ് അഗ്രിഗേറ്റ് ഓഫ് ഫൈനസ് മോഡുലസ് 6.8 ഫോർ ഒബ്റ്റെയിനിങ് ദ അഗ്രിഗേറ്റ് ഓഫ് ഫൈനസ് മോഡുലസ് 5.4. ഇതിൻ്റെ ആൻസർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫൈനസ് മോഡുലസിന് നമുക്ക് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം, കോഴ്സ് അഗ്രിഗേറ്റിന് നമ്മൾ വൈ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫൈനസ് മോഡുലസിൻ്റെ ഫൈനസ് മോഡുലസിൻ്റെ നമ്മൾ ഫൈൻ അഗ്രിഗേറ്റിനാണ് എക്സ് എന്ന് എടുത്തത്, അതേപോലെ കോഴ്സ് അഗ്രിഗേറ്റിന് വൈ എന്ന് എടുത്തു. ഓക്കെ, കമ്പൈൻഡ് അഗ്രിഗേറ്റിന് എക്സ് പ്ലസ് വൈ എന്ന് എടുക്കാം. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് ടേംസിലായിരുന്നു തന്നിരുന്നെങ്കിൽ നമ്മൾ 100 എടുത്തേനെ, പക്ഷേ ഇത് നമ്പർ ടേംസിലാണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ 1 എന്ന് എടുക്കും. ഓക്കെ, പിന്നെ നമുക്ക് കോഴ്സ് അഗ്രിഗേറ്റ് ഫൈൻ അഗ്രിഗേറ്റ് നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഫൈൻ അഗ്രിഗേറ്റ് എത്രയായിരുന്നു? 2.6 ആൻഡ് കോഴ്സ് അഗ്രിഗേറ്റ് എത്രയാണ്? y ഇൻറ്റു 6.8. ഓക്കെ, പിന്നെ കമ്പൈൻഡ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സ് പ്ലസ് വൈ ഇൻറ്റു 5.4. സോ ഇതാണ് ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ എക്സിൻ്റെ ടേംസിൽ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 മൈനസ് വൈ ആയിരിക്കും എക്സിൻ്റെ വാല്യൂ. ഓക്കെ, 1 മൈനസ് വൈ നമ്മുടെ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് വൈ ഇൻറ്റു 2.6 പ്ലസ് വൈ ഇൻറ്റു 6.8 ഈക്വൽസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു 5.4. സോ അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആൻഡ് വൈൻ്റെ വാല്യൂ കിട്ടും. എക്സിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ നിയർലി 0.33 റേഞ്ചിൽ വരും. അതേപോലെ വൈൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നിയർലി 0.67 റേഞ്ചിൽ വരും. സോ നമുക്ക് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചേക്കുന്നത് എക്സിൻ്റെയും വൈൻ്റെയും റേഷ്യോ ആണ്, റേഷ്യോ ഓഫ് ഫൈനസ് ആൻഡ് കോഴ്സ് അഗ്രിഗേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 0.33 ബൈ 0.67. ഓക്കെ, അപ്പോൾ നിയർലി ഇത് ഹാഫ് ആയിട്ട് വരും അല്ലേ, ഹാഫ് ആയിട്ട് വരും. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ 0.5. ഓക്കെ, ആൻസർ എന്ന് പറഞ്ഞാൽ 0.5. സോ ആൻസർ ഏതാണ് മാച്ചിങ് എന്ന് നോക്കാം നമുക്ക്. സോ സി ആണ് മാച്ചിങ്. സോ 0.5 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ഡെലിറ്റീരിയസ് മെറ്റീരിയൽ ഇൻ അഗ്രിഗേറ്റ്. ഏതാണ് മെറ്റീരിയൽ? നമ്മുടെ ഡെലിറ്റീരിയസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഹാംഫുൾ മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. സോ ഇതിലേതാണ് ഹാംഫുൾ മെറ്റീരിയൽ ഇൻ അഗ്രിഗേറ്റിൽ ഏതാണ് ഹാംഫുൾ മെറ്റീരിയൽ? കോൾ ആണോ, ക്ലേ ലംസ് ആണോ, അതോ സോഫ്റ്റ് ഫ്രാഗ്നൻസ് ആണോ, അതോ ഓൾ ദ എബോവ് ആണോ? സോ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൾ ആയാലും ക്ലേ ആയാലും സോഫ്റ്റ് ഫ്രാഗ്നൻസ് ആയാലും ഇതിലെല്ലാത്തിലും
ഓർഗാനിക് മാറ്റർ പ്രസൻ്റ് ആണ്. ഓക്കെ, അത് ഓർഗാനിക് മാറ്റർ കാരണം എന്താകും? ഓർഗാനിക് മാറ്റർ നമ്മൾ അഗ്രിഗേറ്റിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഓർഗാനിക് മാറ്ററിൽ അഗ്രിഗേറ്റ് ഉണ്ടെങ്കിൽ ഇത് ഡിക്കമ്പോസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മൾ അഗ്രിഗേറ്റ് യൂസ് ചെയ്ത് നമ്മളൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഓർഗാനിക് മാറ്റർ ഉള്ളത്. ഓക്കെ, ഓർഗാനിക് മാറ്ററിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വിത്ത് ഇൻക്രീസ് ഇൻ ടൈം അത് ഡിക്കമ്പോസ് ആകും. ഓക്കെ, ഡിക്കമ്പോസ് ആകുമ്പോൾ എന്താണ് പ്രശ്നം? ഇവിടെ ഈ ഒരു റെഡ് കാണിക്കുന്ന ഏരിയ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ വോയിഡ് ആകും. വോയിഡ് ആകുമ്പോൾ ഇവിടെ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് റീ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങും. സോ ഫുൾ സ്ട്രക്ചറിൻ്റെ സ്ട്രെങ്ത് ഡിക്രീസ് ആകും. ഓക്കെ, സോ ഇതാണ് ബേസിക് കൺസെപ്റ്റ്. സോ ഇതിൽ ഓപ്ഷനിൽ ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഹാംഫുൾ മെറ്റീരിയൽ ഇൻ അഗ്രിഗേറ്റ് എന്നാണ് ചോദിക്കുന്നത്. സോ ഇതിൽ എല്ലാത്തിലും ഹാംഫുൾ മെറ്റീരിയൽ തന്നെയാണ്. ഓക്കെ, ബിക്കോസ് ഓഫ് പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റർ. സോ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് ഇൻ കോൺക്രീറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ. സോ മാക്സിമം സൈസ് ഓഫ് ദ അഗ്രിഗേറ്റ് എന്തിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ചോദിച്ചിരുന്നത്. തിക്നെസ് ഓഫ് ദ സ്ട്രക്ചറൽ സെക്ഷൻ ആണോ, സ്പേസിംഗ് ഓഫ് ദ റീഇൻഫോഴ്സ്മെൻറ്റ് ആണോ, ക്ലിയർ കവർ ആണോ, ഓൾ ദ എബോവ് ആണോ? സോ ഒബ്വിയസ്ലി വളരെ ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഓൾ ദ എബോവ് ആണ് കറക്റ്റ് ഓപ്ഷൻ. തിക്നെസ്സിലും ഡിപ്പെൻഡ് ചെയ്യും, സ്പേസിംഗ് ഓഫ് ദ റീഇൻഫോഴ്സിലും ഡിപ്പെൻഡ് ചെയ്യും, ക്ലിയർ കവറിലും ഡിപ്പെൻഡ് ചെയ്യും അഗ്രിഗേറ്റ് മാക്സിമം സൈസ്. ഓക്കെ, കോൺക്രീറ്റിൽ അഡോപ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ടൈപ്പ് ഓഫ് ദ അഗ്രിഗേറ്റ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആൻഡ് ഫോർ പേയ്മെൻറ്റ് സബ്ജക്റ്റ് ടു ടെൻഷൻ ഈസ്. നമ്മൾ ഏത് അഗ്രിഗേറ്റ് ആണ് നമുക്ക് സ്യൂട്ടബിൾ അല്ലാത്തത്? സ്ട്രെങ്ത് ഓഫ് ദ അഗ്രിഗേറ്റിന് സൂട്ടബിൾ അല്ലാത്തത്. ടൈപ്പ് ഓഫ് ദ അഗ്രിഗേറ്റ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹൈ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആൻഡ് ഫോർ പേയ്മെൻറ്റ് സബ്ജക്റ്റ് ടു ടെൻഷൻ. ഇതിലേതാണ്? റൗണ്ടഡ് അഗ്രിഗേറ്റ് ആണോ, ഇറഗുലർ അഗ്രിഗേറ്റ് ആണോ, ആംഗുലർ അഗ്രിഗേറ്റ് ആണോ, ഫ്ലേക്കി അഗ്രിഗേറ്റ് ആണോ? സോ നമ്മുടെ ജനറലി നമ്മൾ സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുന്നത്, വർക്കബിലിറ്റി ഇമ്പാർട്ട് ചെയ്യുന്നത് റൗണ്ടഡ് അഗ്രിഗേറ്റ് ആണ്. അതേപോലെ നമ്മുടെ സ്ട്രെങ്ത് ഏറ്റവും കുറവായിട്ടുള്ളതും റൗണ്ടഡ് അഗ്രിഗേറ്റ് ആണ്. പ്ലസ് നമുക്ക് ഡൗട്ട് വരും, ഫ്ലേക്കി അഗ്രിഗേറ്റ് എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന് ഡൗട്ട് വരും. ഫ്ലേക്കി അഗ്രിഗേറ്റ് ബിക്കോസ് ആയിക്കൂടാ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ജനറലി ഹൈ സ്ട്രെങ്ത് ഇല്ലാത്ത സ്ട്രക്ചർ നമ്മൾ പേയ്മെൻറ്റിൽ ജനറലി അഡോപ്റ്റ് ചെയ്യാറുണ്ട്. നമുക്ക് സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യത്തില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇമ്പാർട്ട് ചെയ്യാറുണ്ട്. പ്ലസ് ഫ്ലേക്കി അഗ്രിഗേറ്റിൻ്റെ നമ്മുടെ വർക്കബിലിറ്റിയും റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഫ്ലേക്കി അഗ്രിഗേറ്റ് നമ്മുടെ വർക്കബിലിറ്റിയും റെഡ്യൂസ് ചെയ്യും. സോ നമുക്ക് ജനറലി അറിയാം പേയ്മെൻറ്റിന് വർക്കബിലിറ്റി കുറവ് മതി. ഓക്കെ, അപ്പോൾ നമ്മൾ റൗണ്ടർ അഗ്രിഗേറ്റ് അഡോപ്റ്റ് ചെയ്യത്തില്ല. പ്ലസ് ഫ്ലേക്കി അഗ്രിഗേറ്റ് യൂസ് ചെയ്താൽ നമുക്ക് വർക്കബിലിറ്റിയും റെഡ്യൂസ് ആകും. ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യൂസിങ് ദ ലാർജസ്റ്റ് മാക്സിമം സൈസ് ഓഫ് ദ അഗ്രിഗേറ്റ് ഇൻ കോൺക്രീറ്റ് റെഡ്യൂസസ്. നമ്മൾ ലാർജസ്റ്റ് മാക്സിമം സൈസ് ഓഫ് ദ അഗ്രിഗേറ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ എന്താണ് പ്രശ്നം? എന്താണ് റെഡ്യൂസ് ആകുന്നത് കോൺക്രീറ്റിൽ? സിമെൻറ്റ് കണ്ടൻറ്റ് ആണോ, വാട്ടർ റിക്വയർമെൻറ്റ് ആണോ, ഡ്രൈയിങ് ഷ്രിങ്കേജ് ആണോ, ഓൾ ദ എബോവ് ആണോ? സോ നമ്മൾ മാക്സിമം അഗ്രിഗേറ്റ് സൈസ് വലിയ അഗ്രിഗേറ്റ് സൈസ് എടുക്കുകയാണെങ്കിൽ അതെന്താണ് ആവുന്നത്? ഇപ്പോൾ അഗ്രിഗേറ്റ് സൈസ് വലുതാണെങ്കിൽ ഇതിൻ്റെ സ്പെസിഫിക് സർഫസ് ഏരിയ കുറവായിരിക്കും. അഗ്രിഗേറ്റ് സൈസ് വലുതാണെങ്കിൽ സ്പെസിഫിക് സർഫസ് ഏരിയ കുറവായിരിക്കും. അപ്പം സിമെൻറ്റ് എത്രയാണ് യൂസ് ചെയ്യുന്നത് അതും കുറവായിരിക്കും. ഒബ്വിയസ്ലി അത് സിമെൻറ്റ് കുറവായിരിക്കും. അതേപോലെ വാട്ടറിൻ്റെ ആവശ്യം എത്രയായിരിക്കും അതും കുറവായിരിക്കും. അതേപോലെ ഡ്രൈയിങ് ഷ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം വലിയ അഗ്രിഗേറ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്താൽ ഇതിൻ്റെ വോള്യൂം ഓഫ് വോയിഡ്സ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. ഓക്കെ, വോള്യൂം ഓഫ് വോയിഡ്സ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. ഓക്കെ, വോള്യൂം ഓഫ് വോയിഡ്സ് കുറവാകുമ്പോൾ നമ്മുടെ ഷ്രിങ്കേജ് ഉണ്ടാകാനുള്ള ചാൻസസ്, അല്ലെങ്കിൽ വോള്യൂം ഓഫ് വോയിഡ്സ് കുറവാകുമ്പോൾ ഷ്രിങ്കേജ് ഉണ്ടാകാനുള്ള ചാൻസസും കുറവായിരിക്കും. സോ ഇതും ഡിക്രീസ് ചെയ്യും. So all the above ആണ് correct answer. So using largest maximum size of the aggregate in concrete reduces cement content, water requirement, drying shrinkage. So all the above ആണ് correct answer. Okay. Next question നോക്കാം. The bulk density of aggregate is generally expressed. Bulk density ഏതിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? Tons per cubic meter ആണോ, kg per cubic meter ആണോ, kg per liter ആണോ, or none of the above ആണോ? So bulk density generally represent ചെയ്യുന്നത് kg per literലാണ്. Okay. Next question. An aggregate which passes through 25 mm IS sieve and is retained on 20 mm since is said to be flaky if its least dimension is less than. So flaky നമ്മൾ പറയുന്നത് ഏത് റേഞ്ചിലായിരിക്കും? സോ ഒരു അഗ്രിഗേറ്റ് 25 mm പാസ് ചെയ്യുന്നുണ്ട്. സോ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ 25 mm പാസ് ചെയ്യുന്നുണ്ട് ആൻഡ് റിട്ടെയിൻ ആവുന്നത് 20 mm. ഓക്കെ, ഇതിൽ പാസ് ചെയ്യുന്നത് 25 mm, റിട്ടെയിൻ ആകുന്നത് 20 mm. ഓക്കെ, സോ ഇവിടെയാണ് റിട്ടെയിൻ ആവുന്നത്. സോ അതിൽ നമ്മൾ ഫ്ലേക്കി അഗ്രിഗേറ്റിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലേക്കി അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലേക്കി അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ
ഏറ്റവും മിനിമം ആയിട്ടുള്ളത് അതിൻ്റെ മിനിമം ഡയമെൻഷൻ്റെ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 3/5 അല്ലെങ്കിൽ 0.5 ഓർ 0.6 ടൈംസ് ഓഫ് മീൻ അഗ്രിഗേറ്റ്. മീൻ അഗ്രിഗേറ്റ് ഇവിടെ എന്താണ് 25 + 20 ഇതാണ് മീൻ അഗ്രിഗേറ്റ്. ഓക്കെ, രണ്ടിനെയും നമ്മൾ മീൻ ചെയ്തു. ഓക്കെ, 0.6 ടൈംസ് ഓഫ് 25 + 20/2. ഓക്കെ, സോ നമ്മൾ ആൻസർ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 45/2 ഇൻറ്റു 0.6. ഓക്കെ, ഈക്വൽ ടു 45 ഇൻറ്റു 0.6. സോ ഇൻറ്റു 3 ചെയ്യുമ്പോൾ അപ്പോൾ 0.3 ഇൻറ്റു 45 ചെയ്യുമ്പോൾ ആൻസർ എന്താണ് 13.5 കിട്ടും. ഓക്കെ, സോ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ അഗ്രിഗേറ്റിൻ്റെ ഒരു ഫ്ലേക്കിൻ്റെ ഒരു അഗ്രിഗേറ്റിനെ പറ്റിയാണ് ചോദിച്ചിരുന്നത്. സോ ഡയറക്റ്റ്ലി അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ മീൻ ഡയമെൻഷൻ ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. ഫോർമുല ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് അപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. The bulk density of fine aggregate is usually 10% more than that of coarse aggregate of similar composition. Or second option, the specific gravity of aggregate is important for determination of moisture content. The absorption and porosity of an aggregate influence the property of the concrete. All the above ആണ് correct answer. So first option നമുക്ക് the bulk density of fine aggregate is usually 10% more than the coarse aggregate. So bulk density of fine aggregate. So ഇതിൽ നമ്മൾ fine aggregate എടുക്കുകയാണ്. fine aggregate എന്ന് പറഞ്ഞാൽ ഭയങ്കര small size aggregate. ഓക്കെ, സ്മാൾ സൈസ് അഗ്രിഗേറ്റ് സെയിം വോള്യൂം, രണ്ട് വോള്യൂം നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും നമ്മൾ രണ്ടും എടുക്കുകയാണ്. സോ നമ്മൾ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്, ഇതിൻ്റെ വോള്യൂം എത്രയാണോ അല്ലെങ്കിൽ ബൾക്ക് ഡെൻസിറ്റി ഇതിൻ്റെ എത്രയാണോ അത് കോഴ്സ് അഗ്രിഗേറ്റിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ 10% കൂടുതലായിരിക്കും ഇത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് അഗ്രിഗേറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് മോയ്സ്ചർ കണ്ടന്റ്. സോ ഇതും കറക്റ്റ് ആണ്. ബിക്കോസ് സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ പൈനോമീറ്റർ ടെസ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ മോയ്സ്ചർ കണ്ടന്റ് ഡിറ്റർമൈൻ ചെയ്യാറുണ്ട്. സോ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട് മോയ്സ്ചർ കണ്ടന്റ് ഡിറ്റർമൈൻ ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതും അപ്പോൾ ആ ഓപ്ഷനും കറക്റ്റ് ആണ്. പ്ലസ് തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ദ അബ്സോർപ്ഷൻ ആൻഡ് പോറോസിറ്റി ഓഫ് എൻ അഗ്രിഗേറ്റ് ഇൻഫ്ലുവൻസ് ദ പ്രോപ്പർട്ടി ഓഫ് അഗ്രിഗേറ്റ്. സോ അബ്സോർപ്ഷൻ, നമ്മളിപ്പോൾ അഗ്രിഗേറ്റ് അബ്സോർബ് ചെയ്യണം, വാട്ടർ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്തിനെ വാല്യൂ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, വാട്ടർ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ പോറസ് ആണ് നമ്മുടെ അഗ്രിഗേറ്റ് എങ്കിൽ അത് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ നമ്മുടെ ഓവറോൾ സ്ട്രെങ്ത്തിനെ റെഡ്യൂസ് ചെയ്യും. സോ അത് ആ ഫാക്ടറും ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതും കറക്റ്റാണ്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഓൾ ദ അബവ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. For construction of cement concrete floor, the maximum permissible size of aggregate is maximum permissible size of the aggregate ആണ് ചോദിച്ചിരിക്കുന്നത്. 4 mm ആണോ 6 mm ആണോ 8 mm ആണോ 10 mm ആണോ? ഓക്കെ, സോ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് സിമെൻറ്റ് കോൺക്രീറ്റ് ഫ്ലോർ, സിമെൻറ്റ് കോൺക്രീറ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ മാക്സിമം പെർമിസിബിൾ സൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ 10 mm ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ജനറലി ചോദിക്കാൻ പറ്റുന്ന RCCയിൽ എത്രയാണ് മാക്സിമം പെർമിസിബിൾ സൈസ് എന്ന് ചോദിക്കാറുണ്ട്. RCCയിൽ ജനറലി 20 mm ആണ്. അതേപോലെ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഹൈഡ്രോളിക് സ്ട്രക്ചറിൽ എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ 40 mm ആണ്. ഹൈഡ്രോളിക് സ്ട്രക്ചർ ഡാംസിലെ മാസീവ് സ്ട്രക്ചറിലൊക്കെ എത്രയാണ് മാക്സിമം പെർമിസിബിൾ സൈസ് എന്ന് ചോദിക്കാറുണ്ട്. സോ അത് 40 mm ആണ്. സോ നമ്മുടെ സിമെൻറ്റ് കോൺക്രീറ്റിൽ 10 ആണ്, RCCയിൽ 20 ആണ്, അതേപോലെ മാസീവ് സ്ട്രക്ചേഴ്സിൽ 40 mm ആണ്. സോറി, സെൻറ്റിമീറ്റർ അല്ല, 40 mm. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് പെർസെൻറ്റേജ് ഓഫ് മാക്സിമം മോയ്സ്ചർ കണ്ടന്റ് ബേസ്ഡ് ഇൻ സാൻഡ് വെയർ ദ ചേഞ്ച് ഇൻ വോള്യൂം ഈസ് മാക്സിമം? 5% ആണോ 9% ആണോ 12% ആണോ 15% ആണ്? സോ ബൾക്കിംഗ് ഉണ്ടാകുന്നത് ഏത് പെർസെൻറ്റാണ്? മോയ്സ്ചർ കണ്ടന്റ് ബൾക്കിംഗ് ഉണ്ടാകുന്നത് ഏത് പെർസെൻ്റ് ആണ്? ജനറലി ബൾക്കിംഗ് ഉണ്ടാകുന്നത് 4 to 6% ആണ്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഷുഡ് ബി ഡൺ ടു എൻഷുർ ദ കോൺസ്റ്റൻറ്റ് മോയ്സ്ചർ കണ്ടൻറ്റ് ഇൻ അഗ്രിഗേറ്റ്? എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? നമുക്ക് മോയ്സ്ചർ കണ്ടൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, കോൺസ്റ്റൻറ്റ് മോയ്സ്ചർ കണ്ടൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അഗ്രിഗേറ്റിൽ എന്താണ് ചെയ്യേണ്ടത്? ദ ഏരിയ ഓഫ് ഈച്ച് അഗ്രിഗേറ്റ് പൈൽ ഷുഡ് ബി ലാർജ്. ഏരിയ ഓഫ് ഈച്ച് അഗ്രിഗേറ്റ് പൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറലി നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കണ്ടു കാണും. ഇങ്ങനത്തെ ഒരു അഗ്രിഗേറ്റിൻ്റെ സെറ്റപ്പാണ് അഗ്രിഗേറ്റ് പൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഡയഗ്രാം വരയ്ക്കാൻ ശ്രമിക്കാം. ഹോപ്പ്ഫുള്ളി ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു
നിയർ ബൈ റെയിൽവേ സ്റ്റേഷൻ ഏരിയാസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് 1.5. ഓക്കെ, 1.5 ജനറലി കൂടത്തില്ല. ഓക്കെ, സോ ഇതാണ് പൈൽ അഗ്രിഗേറ്റ്. സോ ഇവിടെ ആയിരിക്കും അഗ്രിഗേറ്റ് ഫുള്ള് ഉള്ളത്. ഇങ്ങനത്തെ അറേഞ്ച്മെൻറ്റാണ് നമ്മൾ പൈൽ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഏരിയ ഓഫ് ദ അഗ്രിഗേറ്റ് പൈൽ ഷുഡ് ബി ലാർജ്. ഏരിയ ഓഫ് ദ അഗ്രിഗേറ്റ് എപ്പോഴും കൂടുതലായിരിക്കണം എന്നാണ് പറഞ്ഞത്. സോ നമ്മളിപ്പോൾ സ്പെസിഫിക് സർഫസ് ഏരിയ നമുക്ക് കൺസെപ്റ്റ് അറിയാം. ഇപ്പോൾ ഇങ്ങനത്തെ വലിയ വലിയ ഏരിയ ആണെങ്കിൽ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യും, ചെറിയ ചെറിയ പൈൽസിൽ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ചെറിയ ചെറിയ പൈൽസിൽ ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്പെസിഫിക് സർഫസ് ഏരിയ കുറയും. ഓക്കെ, സ്പെസിഫിക് സർഫസ് ഏരിയ കുറയും. സോ നമുക്ക് ഇങ്ങനെ പൈലിനെ സബ് ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റിനാണ് നമ്മൾ പൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, സോ ഏരിയ ഓഫ് ഈച്ച് അഗ്രിഗേറ്റ് പൈൽ ഷുഡ് ബി ലാർജ്. ഈ ഓപ്ഷൻ കറക്റ്റാണ്. ഏരിയ ലാർജ് ആയിരിക്കണം. ഓക്കെ, നമ്മുടെ സ്പെസിഫിക് സർഫസ് ഏരിയ നമ്മളിവിടെ കുറച്ചു. ഓക്കെ, സ്പെസിഫിക് സർഫസ് ഏരിയ നമ്മളിവിടെ കൂട്ടി, നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? സ്പെസിഫിക് സർഫസ് ഏരിയ കുറവായിരിക്കും. ഓക്കെ, ഇതിൻ്റെ സ്പെസിഫിക് സർഫസ് ഏരിയ കുറവായിരിക്കും. അതിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സ്പെസിഫിക് സർഫസ് ഏരിയ കൂടും. ഓക്കെ, സ്പെസിഫിക് സർഫസ് ഏരിയ കൂടും. അപ്പോൾ നമ്മൾ എന്താണ്? ഏരിയ ഓഫ് ഈച്ച് അഗ്രിഗേറ്റ് പൈൽ ഷുഡ് ബി ലാർജ്. അപ്പോൾ ഇത് കറക്റ്റ് ഓപ്ഷനാണ്. സ്പെസിഫിക് സർഫസ് ഏരിയ നമ്മൾ കൂട്ടി. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഈച്ച് അഗ്രിഗേറ്റ് പൈൽ ഷുഡ് നോട്ട് എക്സീഡ് 1.5 മീറ്റർ. സോ ഇതും കറക്റ്റ് ഓപ്ഷനാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് പൈൽ ഷുഡ് ബി ലെഫ്റ്റ് ഫോർ 24 hours ബിഫോർ അഗ്രിഗേറ്റ് ഈസ് യൂസ്ഡ്. സോ ഇതും കറക്റ്റ് ഓപ്ഷനാണ്. പിന്നെ വേറൊരു കൺസെപ്റ്റും ചോദിക്കാറുണ്ട്. ഇതിനെ നമ്മൾ കോണായിട്ടും ജനറലി നമ്മൾ സൈറ്റിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, കോൺ അറേഞ്ച്മെൻറ്റ് നമ്മൾ ജനറലി അഗ്രിഗേറ്റിനെ കൺസെപ്റ്റ് ചെയ്യണം. ബട്ട് അത് നമ്മൾ ജനറലി ഫോളോ ചെയ്യാറില്ല. ജനറലി അത് അഡോപ്റ്റ് ചെയ്യാറില്ല. ബിക്കോസ് അതിൽ മോയ്സ്ചർ ലോസ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. സോ നമ്മുടെ കോൺസ്റ്റൻറ്റ് വെക്കാനുള്ളതിനാണ് ചോദിച്ചിരിക്കുന്നത്. മോയ്സ്ചർ വാട്ടർ നമ്മൾ കോൺസ്റ്റൻ്റ്ലി കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് അഗ്രിഗേറ്റിനെ സ്റ്റോർ ചെയ്യേണ്ടത്? പൈൽ ഫോമിലാണ്. അത് 1.5 എക്സ്റ്റെൻഡ് ആവാൻ പാടില്ല. സ്പെസിഫിക് സർഫസ് ഏരിയ കൂട്ടണം, അല്ലെങ്കിൽ ഏരിയ ഇൻക്രീസ് ചെയ്യണം. പിന്നെ അഗ്രിഗേറ്റ് പൈൽ ഷുഡ് ബി ലെഫ്റ്റ് ഫോർ 24 hours ബിഫോർ അഗ്രിഗേറ്റ് ആർ യൂസ്. അഗ്രിഗേറ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അത് പൈലിനെ 24 hours വരെ വെച്ചേക്കണം. ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ഓപ്ഷനാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്പോട്ട് ദ ഓഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ഓഡ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓഡ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? റൗണ്ടഡ് അഗ്രിഗേറ്റ്, ഇറഗുലർ ഓർ പാർഷ്യലി റൗണ്ടഡ് അഗ്രിഗേറ്റ്, ആംഗുലർ ഫ്ലേക്കി അഗ്രിഗേറ്റ്, സിംഗിൾ സൈസ് അഗ്രിഗേറ്റ്. സോ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോഴേ നമുക്ക് ആൻസർ അറിയാൻ പറ്റും. ആംഗുലർ ഫ്ലേക്കി അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഗ്രിഗേറ്റ് അവൈലബിൾ അല്ല. ഓക്കെ, ബാക്കിയെല്ലാം കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഫോർ ദ ഓഡ് വൺ, ഇതാണ് ഓഡ് സ്റ്റേറ്റ്മെൻറ്റ്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. റൗണ്ടഡ് അഗ്രിഗേറ്റ് അവൈലബിൾ ആണ്, ഇറഗുലർ ആൻഡ് പാർഷ്യലി റൗണ്ടഡ് അഗ്രിഗേറ്റ് ആൻഡ് സിംഗിൾ സൈസ് അഗ്രിഗേറ്റ്, ഇതെല്ലാം കറക്റ്റാണ്. ഇത് ഇങ്ങനത്തെ ഒരു അഗ്രിഗേറ്റ് അവൈലബിൾ ഇല്ല. ഓക്കെ, ഇതൊരു തെറ്റാണ്. സോ ഇതാണ് ഓഡ് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. പിക്ക് അപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ദ പെർസെൻറ്റേജ് വോയിഡ് ഇൻ അഗ്രിഗേറ്റ് ആഫ്റ്റർ പ്രോപ്പർ കമ്പാക്ഷൻ ഈസ് കാൾഡ് ആംഗുലാരിറ്റി നമ്പർ. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പെർസെൻറ്റേജ് വോയിഡ് ഇൻ ദ അഗ്രിഗേറ്റ് ആഫ്റ്റർ കമ്പാക്ഷൻ ഈസ് ആംഗുലാരിറ്റി നമ്പർ. ആംഗുലർ അഗ്രിഗേറ്റ് ആർ സുപ്പീരിയർ ടു ദ റൗണ്ടഡ് അഗ്രിഗേറ്റ്. ഇതാണോ ശരി? അതോ ദ സർഫസ് ടെക്സ്ചർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹാർഡ്നെസ്, ഗ്രെയിൻ സൈസ്, ഫ്രീ സ്ട്രക്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ റോക്ക് ആണോ? അതോ ഓൾ ദ സ്റ്റേറ്റ്മെൻ്റ് ആണോ കറക്റ്റ്? സോ നമ്മളിങ്ങനെ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ജനറലി തോന്നും എല്ലാം ശരിയാണ്. സോ നമ്മൾ ഡിനെ ടിക്ക് ചെയ്യും, അല്ലേ? നമ്മളങ്ങനെ ഡിനെയാണ് ടിക്ക് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് നമ്മുടെ ആൻസർ തെറ്റാവും. ബിക്കോസ് എല്ലാ ഓപ്ഷനും ഡി തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ആദ്യം തൊട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ പെർസെൻറ്റേജ് ഓഫ് വോയിഡ് ഇൻ അഗ്രിഗേറ്റ് ആഫ്റ്റർ പ്രോപ്പർ കമ്പാക്ഷൻ ഈസ് കോൾഡ് ആംഗുലാരിറ്റി നമ്പർ. സോ ആംഗുലാരിറ്റി നമ്പർ ആദ്യം നമുക്ക് ബേസിക്കായിട്ട് നോക്കാം. ആംഗുലാരിറ്റി നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 സാമ്പിളാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോഴേ നമുക്ക് ആംഗുലാരിറ്റി നമ്പറിനെ പറ്റി അറിയാൻ പറ്റൂ. ഓക്കെ, ഇതിൽ നമ്മൾ എടുക്കുന്നത് റൗണ്ടഡ് അഗ്രിഗേറ്റ് ആണ്. ഓക്കെ, റൗണ്ടഡ് അഗ്രിഗേറ്റ് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, റൗണ്ടഡ് അഗ്രിഗേറ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ നമ്മുടെ വോളിയം കപ്പാസിറ്റി അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് വോയിഡ്സിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് വോയിഡ്സ് എന്ന് പറഞ്ഞാൽ 33% ആണ്. അപ്പോൾ 33% ആകുമ്പോൾ 67% ആണ് ഇത് ടോട്ടൽ ഓക്കുപൈ ചെയ്യുന്ന വോളിയം. 33% എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വോയിഡ്സിൻ്റെ ആ ഒരു പെർസെൻറ്റേജാണ്. വോയിഡിൻ്റെ പെർസെൻറ്റേജാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ആംഗുലർ അഗ്രിഗേറ്റ് ആണ് ഇവിടെ ഇതിനെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ആംഗുലർ അഗ്രിഗേറ്റിൻ്റെ ഇൻ കേസ് നമുക്കിപ്പോൾ കൺസിഡർ ചെയ്യാം. ആംഗുലർ അഗ്രിഗേറ്റിൻ്റെ പെർസെൻറ്റേജ് വന്നത് 44% ആണ്. ഇതിൻ്റെ പെർസെൻറ്റേജ് വോയിഡിൻ്റെ പെർസെൻറ്റേജ് വന്നത്. അപ്പം 60% ആയിരിക്കും ഇത് വോളിയം ഓക്കുപൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആംഗുലാരിറ്റി നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ആംഗുലാരിറ്റി നമ്പർ ഞാൻ പറഞ്ഞത്
റൗണ്ടഡ് അഗ്രിഗേറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ആംഗുലാരിറ്റി നമ്പർ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം 0 ആണ് റൗണ്ടഡ് അഗ്രിഗേറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ആംഗുലാരിറ്റി നമ്പർ. ഓക്കെ, ആംഗുലാരിറ്റി നമ്പർ 0 ആണ് റൗണ്ടഡ് അഗ്രിഗേറ്റിൻ്റെ. സോ ഇവിടെ നിന്നാണ് ഇൻക്രീസ് ആവുന്നത്. സോ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to 11 ആണ് ആംഗുലാരിറ്റി നമ്പറിൻ്റെ റേഞ്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 14 ആണ്, അപ്പോൾ 44 ആണ്. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ മൈനസ് ചെയ്ത് നമുക്ക് എത്ര വാല്യൂ കിട്ടും? സോ ഇതിൻ്റെ ആംഗുലാരിറ്റി നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് 10 കിട്ടും. സോ ഇങ്ങനെ നമുക്ക് കൺസിഡർ 10 അല്ലെങ്കിൽ 11 കിട്ടും. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് ആംഗുലാരിറ്റി നമ്പർ എന്ന് കണ്ടുപിടിക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ദ പെർസെൻറ്റേജ് ഓഫ് വോയിഡ് ഇൻ അഗ്രിഗേറ്റ് ആഫ്റ്റർ പ്രോപ്പർ കമ്പാക്ഷൻ ഈസ് കോൾഡ്. നമ്മൾ പ്രോപ്പർ പെർസെൻറ്റേജ് വോയിഡ് ഓഫ് അഗ്രിഗേറ്റ് ആഫ്റ്റർ പ്രോപ്പർ കമ്പാക്ഷൻ, നമ്മൾ പ്രോപ്പർലി കമ്പാക്ഷൻ ചെയ്യുക, പെർസെൻറ്റേജ് ഓഫ് വോയിഡിനെ നമ്മൾ പ്രോപ്പർലി കമ്പാക്ട് ചെയ്താൽ അതിനെയാണ് ആംഗുലാരിറ്റി നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് തെറ്റാണ്. അതിനെയല്ല ആംഗുലാരിറ്റി നമ്പർ എന്ന് പറയുന്നത്. ആംഗുലാരിറ്റി നമ്പർ വിത്ത് റെസ്പെക്റ്റിൽ എടുക്കുന്നതാണ് നമ്മൾ ആംഗുലാരിറ്റി നമ്പർ. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ തെറ്റാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആംഗുലർ. ഓക്കെ, സോ ഇതിനെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വേറെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻ കേസ് 50% ആണ് വോയിഡ് റേഷ്യോ എങ്കിൽ അതിന് നമ്മൾ 50 എന്ന ആംഗുലർ നമ്പർ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. സോ അതാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അത് തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആംഗുലർ അഗ്രിഗേറ്റ് ആർ സുപ്പീരിയർ ടു റൗണ്ടഡ് അഗ്രിഗേറ്റ്. ആംഗുലർ അഗ്രിഗേറ്റ് സുപ്പീരിയർ ടു റൗണ്ടഡ് അഗ്രിഗേറ്റ്. സോ ഒരു ഇൻകംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. വിത്ത് എന്തിൻ്റെ റെസ്പെക്റ്റ് ആണ് ഇത്? മേ ബി സുപ്പീരിയർ ആവാം, അല്ലെങ്കിൽ താഴെ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒബ്വിയസ്ലി ഇതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ. എന്ന് വെച്ചാൽ സർഫസ് ടെക്സ്ചർ ഡിപ്പെൻഡ്സ് അപ്പോൺ ഹാർഡ്നെസ്സിൽ ഡിപ്പെൻഡ് ചെയ്യും, ഗ്രെയിൻ സൈസിൽ ഡിപ്പെൻഡ് ചെയ്യും, ഫ്രീ സ്ട്രക്ചറിൽ ഡിപ്പെൻഡ് ചെയ്യും, ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ റോക്കിലും ഡിപ്പെൻഡ് ചെയ്യും. സോ ഇതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൈപ്പ് ഓഫ് ദ അഗ്രിഗേറ്റ് ഓഫ് സം നോമിനൽ സൈസ് വിച്ച് കണ്ടെയ്ൻ ലെസ് വോയിഡ് വെൻ കമ്പാക്ട്. സോ നമ്മൾ കമ്പാക്ട് ചെയ്യുമ്പോൾ ലെസ് വോയിഡ് കിട്ടുന്ന കുറച്ച് മുന്നേ നോക്കിയതേ ഉള്ളൂ ഏത് അഗ്രിഗേറ്റിനാണ് ലെസ് വോയിഡ് കിട്ടുന്നത്. സോ 33% ആണ് റൗണ്ടഡ് അഗ്രിഗേറ്റിൻ്റെ. അതാണ് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ എ ആണ്. ഓക്കെ, റെഗുലർ അഗ്രിഗേറ്റ് അല്ല, ഫ്ലേക്കി അല്ല, നോൺ ഓഫ് ദ അബോവ് അല്ല. ഓക്കെ, റൗണ്ടഡ് അഗ്രിഗേറ്റ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിപ്രസെൻറ്റ് സ്മോളസ്റ്റ് സൈസ് ഇൻ ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്? ഇതിൽ ഏതാണ് സ്മോളസ്റ്റ് സൈസ് ഓഫ് ദ അഗ്രിഗേറ്റ്? ഫൈൻ അഗ്രിഗേറ്റിൻ്റെ സാമ്പിൾ എന്നാണ് ചോദിക്കുന്നത്. 0.01 ആണോ, 0.006 ആണോ, 1.5 ആണോ, ഓർ 2 ആണോ? സോ നമുക്ക് ബേസിക്കലി നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ ഫൈൻ അഗ്രിഗേറ്റിൻ്റെയും സൈസ് റേഞ്ച്. അപ്പോൾ 2 മൈക്രോണേക്കാളും കുറവാണെങ്കിൽ നമ്മൾ ക്ലേ എന്ന് പറയും. ക്ലേ റേഞ്ചാണ് വരുന്നത്. 2 മൈക്രോൺ ടു 75 മൈക്രോൺ ആണെങ്കിൽ നമ്മൾ സിൽട്ട് എന്ന് പറയും. ഓക്കെ, സിൽട്ട് എന്ന് പറയും. അതേപോലെ 75 to 4.75 ആണെങ്കിൽ നമ്മൾ അതിനെ സാൻഡ് എന്ന് പറയും. ഓക്കെ, നമ്മളതിനെ സാൻഡ് എന്ന് പറയും. അതേപോലെ 4.75 to 80 ആണെങ്കിൽ 75 മൈക്രോൺ ആണ്. 80 ആണെങ്കിൽ നമ്മൾ അതിനെ ഗ്രേവൽ എന്ന് പറയും. അതേപോലെ 80 to 300 ആണെങ്കിൽ നമ്മൾ അതിനെ കോബൾ എന്ന് പറയും. അതേപോലെ 300-നേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ ബോൾഡർ എന്ന് പറയും. ഇതാണ് ബേസിക് സൈസ്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ പോയിന്റ് ഓഫ് കൺസേൺ എന്ന് പറഞ്ഞാൽ ഈ റേഞ്ചാണ്. ഓക്കെ, ഈ റേഞ്ചാണ് ഇപ്പോൾ നമുക്ക് ചോദിച്ചേക്കുന്നത് നമ്മുടെ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ റേഞ്ച്. സോ അതിൻ്റെ മാക്സിമം റേഞ്ച് എന്ന് പറഞ്ഞാൽ 4.75-നേക്കാളും താഴെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 4.7-നേക്കാളും മേളിലാണെങ്കിൽ നമ്മൾ തന്നെ കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയും. 4.75-നേക്കാളും താഴെയാണെങ്കിൽ നമ്മൾ തന്നെ ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയും. അത് എവിടം വരെ പോകും? അപ് ടു 75 മൈക്രോൺ വരെയാണ് പോകുന്നത്. ഓക്കെ, പക്ഷേ നമ്മുടെ ഓപ്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഒന്നും മാച്ച് ആവുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ക്ലോസസ്റ്റ് വാല്യൂ എടുക്കണം. അപ്പോൾ 75 മൈക്രോണിൻ്റെ ക്ലോസ് എത്രയാണ്? 60 മൈക്രോൺ ആണ് ക്ലോസ്. അപ്പോൾ 60 മൈക്രോണിന് 0.06 എന്നും എഴുതും. ഓക്കെ, സോ ഇതാണ് ക്ലോസ് ആൻസർ എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ ഒരു സാമ്പിളിൽ നമ്മുടെ കോഴ്സ് സിൽട്ടും ഇൻവോൾവ് ആയിരിക്കും. അത് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ഇതിൽ നമ്മുടെ കോഴ്സ് സിൽട്ടും ഇൻവോൾവ് ആയിരിക്കും. ഓക്കെ, അപ്പം 0.06 അല്ലെങ്കിൽ 60 മൈക്രോൺ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫ്ലേക്കിനെസ് ഇൻഡെക്സ് ഓഫ് അഗ്രിഗേറ്റ് ഈസ് the percentage of weight of particle in it whose thickness is less than. ഇതിൽ നമുക്ക് ബേസിക്കായിട്ടാണ് 2/5 ഓഫ് ദ മീൻ ലെങ്ത് ആണോ
അതോ 3/5 ഓഫ് ദ മീൻ ലെങ്ത് ആണോ അതോ 4/5 ഓഫ് ദ മീൻ ലെങ്ത് ആണോ ഓർ നൺ ഓഫ് ദ എബോവ് ആണോ? സോ ആൻസർ എന്ന് പറഞ്ഞാൽ 3/5 ആണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് 0.6 ലീസ്റ്റ് ഡയമെൻഷൻ്റെ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ 0.6 ഓഫ് മീൻ സൈസ് ആണ്. 0.6 ഓഫ് മീൻ സൈസ്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ 3.5 എന്നും പറയും. ഓക്കെ, ലീസ്റ്റ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 0.6 ഓഫ് മീൻ സൈസ് അല്ലെങ്കിൽ 3/5 ഓഫ് ദ മീൻ ലെങ്ത്. ഓക്കെ, അതാണ് ഫ്ലാക്കിനെസ് ഇൻഡെക്സ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബൾക്ക് ഡെൻസിറ്റി ഓഫ് അഗ്രിഗേറ്റ് ഡിപ്പെൻസ് ഓൺ. ബൾക്ക് ഡെൻസിറ്റി എന്തിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഷേപ്പിലാണോ, ഗ്രേഡിങ്ങിലാണോ, കമ്പാക്ഷനിലാണോ? ബൾക്ക് ഡെൻസിറ്റി ഷേപ്പിലും ഡിപ്പെൻഡ് ചെയ്യും, ഗ്രേഡിങ്ങിലും ഡിപ്പെൻഡ് ചെയ്യും, കമ്പാക്ഷനിലും ഡിപ്പെൻഡ് ചെയ്യും. സോ ഓൾ ദ എബോവ് ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ അഗ്രിഗേറ്റ് കംപ്ലീറ്റ്ലി പാസസ് ത്രൂ എ സീവ് ഓഫ് 75 micron ആൻഡ് റിറ്റെയിൻഡ് ഓൺ ദ സീവ് ഓഫ് എ 60 mm and the aggregate will be known as elongated aggregate if its length is not less than. So ഇതിൻ്റെ ഇലോങ്കേറ്റഡ് അഗ്രിഗേറ്റിനാണ് ചോദിക്കുന്നത്. ഇലോങ്കേറ്റഡ് അഗ്രിഗേറ്റിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ മാക്സിമം സൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഇലോങ്കേറ്റഡ് അഗ്രിഗേറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1.8 ഓഫ് മീൻ സൈസ്. സോ ഇവിടെ മീൻ സൈസ് എത്രയാണ്? മീൻ സൈസ് നോക്കുകയാണെങ്കിൽ 75 + 60/2 ഓക്കെ ഇൻറ്റു 1.8 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഇന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഏകദേശം നമ്മുടെ 75 ഓക്കെ 121 കിട്ടും. അപ്പോൾ 121 എന്ന് പറഞ്ഞാൽ ഡി റേഞ്ചാണ്. 121.5 ഓക്കെ 121.5 കിട്ടും. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ആണ്. ഓക്കെ, ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് വളരെ ബേസിക് ആണ്. ഇലോങ്കേറ്റഡിൻ്റെയും ഫ്ലാക്കിൻ്റെ രണ്ടിൻ്റെ ഫോർമുല ബേസ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചോദിക്കാറുണ്ട്. സോ ഈ ഫോർമുല നമുക്കറിയാമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സൈസ് ഓഫ് ദ ഫൈൻ അഗ്രിഗേറ്റ് ഡസ് നോട്ട് എക്സിക്യൂട്ട്. സൈസ് ഓഫ് ദ ഫൈൻ അഗ്രിഗേറ്റ് എന്താണ് എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല? ഇതും ഓൾറെഡി നോക്കിയതാണ്. 2.75 mm ആണോ, 3 mm ആണോ, 3.75 ആണോ, 4.75 mm ആണോ? സോ സൈസ് ഓഫ് ദ ഫൈൻ അഗ്രിഗേറ്റ് എന്താണ് എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല? 4.75 എക്സീഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇതാണ് അഗ്രിഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ അഗ്രിഗേറ്റിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും കവർ ചെയ്തു. ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് വേറെ ഒരു സബ്ജക്റ്റായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ അതുവരെയും പ്ലീസ് ലൈക്ക് ചെയ്യുക, എൻ്റെ വീഡിയോസ് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഫോർവേഡ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.